ഇപ്പോൾ പഠിപ്പിക്കുന്ന കാര്യമാണ് NCERT പറയുന്നത്. NCERT ആണോ SCERT ആണോ? NCERT വേണ്ട, ഇവിടെ SCERT മതി എന്നാണ് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ശ്രീ പദ്ധതി പറയുന്നത്. NCERT-യിലല്ലേ ഈ പറയുന്ന വർഗീയമായിട്ടുള്ള എല്ലാ അജണ്ടകളും ഉള്ളത്? അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? അത് മാറ്റിയിട്ടല്ലേ നമ്മൾ പുതിയ പാഠപുസ്തകം ഇറക്കിയത് സ്മൃതി? അതല്ലേ SCERT +1 +2 കൊടുത്തത്, പൊളിറ്റിക്കൽ സയൻസിൽ കൊടുത്തത്, ഹിസ്റ്ററി കൊടുത്തത്, എവല്യൂഷൻ. NCERT പുസ്തകങ്ങൾ സൈലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. കേരളത്തിൽ എവല്യൂഷനെ കുറിച്ച് സൈലന്റാ? SCERT എവല്യൂഷൻ പഠിപ്പിക്കുന്നില്ലേ? SCERT മഹാത്മാഗാന്ധിയുടെ വധം പഠിപ്പിക്കുന്നില്ലേ? SCERT സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പങ്കാളിത്തത്തെ കുറിച്ച് പഠിപ്പിക്കുന്നില്ലേ? സോഷ്യൽ സയൻസിൽ മാത്സിനെ കുറിച്ച് കേരളത്തിനൊന്നല്ല, ഒരു സംസ്ഥാനത്തിനും അധികകാലം NEP-യിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം എന്താ? 2030 ആകുമ്പോൾ നമ്മുടെ TTC-യിലെയും BED-യും ഒക്കെ രീതി മാറാൻ പോവാണ് സ്മൃതി. അവിടെ വരാൻ പോകുന്നത് എങ്ങനെയാ? 5, 3, 3, 4 എന്ന ഘടനയ്ക്കനുസരിച്ചായിരിക്കും വരാൻ പോകുന്നത്. കേരളത്തിൽ മാറി നിൽക്കാൻ പറ്റുമോ? ഹയർ സെക്കൻഡറി സംവിധാനം കേരളത്തിൽ മാത്രമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമോ? എന്റെ ഒരു സംശയം, കേരളത്തിൽ മാത്രമായി ഈ +2 സമ്പ്രദായം നിലനിന്നാൽ ഈ നീറ്റ് പരീക്ഷയും IIT-ക്കും എഴുതാൻ പോകുന്ന 2030 ശേഷം വരുന്ന പുതിയ റിവൈസ്ഡ് ആയിരിക്കുന്ന സംവിധാനത്തിൽ കേരളത്തിലെ കുട്ടികൾ എങ്ങനെ പഠിക്കും?